ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞു. അതിന്റെ ചില ചർച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്കൊന്നല്ല എൻ്റെ വിഷയം. ഞാൻ അതൊന്നും ഇടപെടുന്നില്ല. സമസ്തയുടെ സമ്മേളനം വലുതായിന്നോ ചെറുതായിന്നോ, ആള് കൂടിയെന്നോ കുറഞ്ഞോന്നോ, സംഘാടന മികവ് ഉണ്ടായിരുന്നില്ല, അതൊന്നല്ല നമ്മുടെ ചർച്ച. അതില് പിന്നെ വലിഞ്ഞു കയറി വന്ന ഒന്ന് രണ്ടാളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഫോട്ടത്തിൽ കാണും. അപ്പൊ അവിടെ വന്നപ്പോ അവര് സമത് നേരത്തെ പറഞ്ഞിരുന്നു, സമസ്ത എന്നുള്ള ചെറിയൊരു സംഘടനയാണ്. അതുപോലെ സമസ്തയിലെ 40 മൊല്ലാക്കന്മാര്, ഇൻഷാ അല്ലാഹ് അതൊക്കെ വീഡിയോയിൽ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. 40 മൊല്ലാക്കന്മാര്, പ്രമേയം അത് അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്നൊക്കെ പറഞ്ഞ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ മുതലുള്ള എല്ലാവരെയും ആക്ഷേപിച്ച ടീമാണ് കുറട്ടൂർ ടീം. ഏതായാലും സമസ്ത സമ്മേളനത്തിൽ ഒരു പിന്നെ പോസിറ്റീവായിട്ട് കാണുന്ന ഒന്ന് അവിടെ ഈ വ്യാജ ത്വരീഖത്തിനെതിരെ പിന്നെ പ്രമേയം പാസാക്കപ്പെട്ടു. അതുപോലെ അമ്പലക്കടവ് പ്രസംഗിച്ചപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പിന്നെ കുറച്ച് ത്വരീഖത്തുകളെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. ഇവർ അംഗീകരിക്കുന്ന ത്വരീഖത്തുകളുടെ തന്നെ പേര് പറഞ്ഞു. അവര് പിന്നെ അമ്പലക്കടവ് ഞങ്ങൾ അങ്ങോട്ട് അതിനെ നേരിട്ടിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് എന്നൊക്കെ അവകാശങ്ങളൊക്കെ പറയുന്നുണ്ട്. ചോറ്റൂർ ത്വരീഖത്ത് വന്നു, കൊരൂർ ത്വരീഖത്ത് വന്നു, നൂരിഷാ ത്വരീഖത്ത് വന്നു, ഷംസിയ ത്വരീഖത്ത് വന്നു, ആലുവ ത്വരീഖത്ത് വന്നു, വേങ്ങാട് ഷെയ്ഖ് വന്നു. ഒരുപാട് വ്യാജസിദ്ധന്മാരും തെറ്റായ ത്വരീഖത്തുകൾ വന്നു. തെറ്റായ ത്വരീഖത്തുകൾ വരുമ്പോൾ, തെറ്റായ സിദ്ധന്മാർ വരുമ്പോൾ ആളുകൾ ആകർഷിക്കപ്പെടും. 10 വിരലുകളും മോതിരങ്ങൾ, പച്ച ഒല്ലി, നീണ്ട താടി, വലിയ തസ്ബീഹിന്റെ മാല, ഈ ജപവുമായി നടക്കുന്ന ഇത്തരം ആളുകൾ സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ആലിമ്യങ്ങൾക്ക് സാധിക്കൂ. ആലിമ്യങ്ങൾ അക്കാര്യം കൃത്യമായി ഭംഗിയായി നിർവഹിച്ചതിനെ തുടർന്ന് ഒരു ചോറ്റൂർ ത്വരീഖത്തുകാർ ആരെയും നമുക്കറിയില്ല, കൊരൂർ ത്വരീഖത്തുകാർ എവിടെ നമുക്കറിയില്ല, ഷംസിയ ത്വരീഖത്ത് എവിടെ നമുക്കറിയില്ല, നൂർഷാ ത്വരീഖത്തിന് ചെറിയ ശകലങ്ങൾ ബാക്കി നിൽക്കുന്നു, ആലുവ ത്വരീഖത്ത് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? എന്നിട്ട് ചോദിക്കോ സമസ്ത എന്താണ് ഇവിടെ ചെയ്തത് എന്ന്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. അതുപോലെ മുഖ്യ പ്രഭാഷകനും പ്രത്യേകമായിട്ട് തസവുഫും ഫിഖ്ഹും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ മഹാനായ സയ്യിദുൽ ഉലമ, ഈ മഹാസമ്മേളനത്തിന്റെ നായകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ്, അത് മാലിക് ഇമാം പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന ഒരു വാക്കാണ്. മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്തഖ, മൻ ജമഅ ബൈനഹുമ ഫഖദ് തഹഖഖ. എന്നാൽ ഇവര് ഈ പറഞ്ഞ ഈ സംഗതികളൊക്കെ ഇവർക്ക് ഘടക വിരുദ്ധമാണ്. ഇവരുടെ നിലപാടിനും ഇവരുടെ ഇപ്പോഴുള്ള പോക്കിനും ഒക്കെ ഘടക വിരുദ്ധമാണ്. എന്നിട്ടും ആ സമസ്തയുടെ സമ്മേളനത്തെ വനോളം പുകഴ്ത്തി കുമ്മനടിക്കുകയാണ് സമദ് സാറ് ചെയ്യുന്നത്. സമദ് എന്തായിരുന്നത്, ഞാൻ ആ സമസ്തയുടെ സമ്മേളനത്തെ വലുതാക്കണമെന്നോ ചെറുതാക്കണമെന്നോ അതുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ തേപ്പ് കിട്ടിയിട്ടും അതിനെ കുമ്മനടിച്ച് അതിൽ ആളാവാൻ നോക്കുകയാണ് കുറുവട്ടൂരുകൾ ചെയ്തത്. നേരത്തെ തള്ളിപ്പറഞ്ഞ ഈ സമസ്തയുടെ ഈ പറയപ്പെട്ട 40 മൊല്ലാക്കന്മാരെന്നൊക്കെ പറഞ്ഞവര് പറഞ്ഞ സമത് പ്രയോഗം നടത്തിയ ആ പിന്നെ സമസ്തയുടെ മുഷാവറയെ തന്നെ അവരൊക്കെ പാട് നടത്തിയ സമ്മേളനത്തിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് ഇവര് എവിടെ കയറി ചെന്നോ അവിടെയൊക്കെ കുറേ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ആ വിഷയം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഒക്കെ ഒന്ന് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന വീഡിയോകളിൽ ഇവരുടെ നിലപാടും ഇവർ സമസ്തന്റെ സമ്മേളനത്തിന് പോയതും അതുപോലെ സമത് അതിനു വേണ്ടിയിട്ട് പിന്നെ അതിനെ കുറിച്ച് എഴുതിയതും ഒക്കെ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരൊക്കെ ആദ്യകാലത്ത് സമസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പറായിരുന്നു. പിന്നെ കൊളത്തൂർ ഭാഗത്ത് വെച്ച് ഒരു യോഗം നടന്നു. നൂരിഷാ ത്വരീഖത്തിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ അതിൽ വന്നപ്പോൾ സ്വതക്കത്തുൽ മുസ്ലിയാരും സംസ്ഥാനയുടെ മുൻനിരയിലുള്ള ആളുകൾ
അതിലെടുത്ത തീരുമാനം അത് ഗൗരവം പോരാ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ പിന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്ഥാനയിൽ നിന്ന് പിരിഞ്ഞു എന്നതാണ് ചരിത്രം. അങ്ങനെയുള്ള ഔലിയാക്കൾ പല മശായിഖന്മാരുടെ പേരിലും തീരുമാനങ്ങൾ വന്നു. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. ഷംസിയ തരീഖത്ത് അവരും പറയും ഖാദിരി ജിസ്തി എന്നൊക്കെ പറയും. പക്ഷേ അവരെ പണി എന്താ? നേരം വെളുത്ത ഉച്ച വരെ സൂര്യനെ നോക്കുക. അതിലൊരു ഖലീഫ ഞാനും ജാമ്യയിലിരുന്ന് സംസാരിക്കും. ഉച്ച വരെ സമയം ഉച്ചയായി, ഞാൻ ഇപ്പം നോക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം നോക്കി കാണിച്ചു തരാമെന്ന്. സൂര്യനെ നോക്കാം. കാരണം അത് ആദ്യം രാവിലെ കുറച്ച് നോക്കും, പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും, പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും, അങ്ങനെ ട്രെയിലായി ഉച്ചക്ക് നോക്കാനാവും. എന്നിട്ട് എന്താ പണി? സൂര്യൻ അങ്ങനെ നോക്കിയിട്ട് ഹൂ 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 അവനവനാണ് അവനവൻ. അപ്പോൾ ആ കാണുന്ന സൂര്യൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറയുന്നിടത്തേക്ക് എത്തും. അതിനെ നോക്കിയിട്ടാണ് ഈ ഹൂ ഹൂ എന്ന് പറയുന്നത്. ആ ജാതി തരീക്കത്തുകൾ വേണ്ട, ജനങ്ങളെ ദലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരീക്കത്താണ് സമസ്ത പറഞ്ഞത് വേണ്ട. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. നൂരിഷ തരീക്കത്തുകാർ ഇവിടെ വന്നു. സമസ്ത അവരെ ലലാലത്തിന്റെ കക്ഷിയാണ്, പിഴച്ച തരീക്കത്താണെന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ തൗഹീദിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയിമത്ത് പഠിപ്പിച്ചത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അത് ലാ ഖാദിയൽ ഹാജാത്തി ഇല്ലല്ലാഹ്, അതും രണ്ടാക്കി. ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അപകടങ്ങൾ തടുക്കുന്നവനോ അതിനൊരു പഠിച്ചം വേറെ വേണ്ടേ? അതും രണ്ടാക്കി. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള അയിമത്ത് പറഞ്ഞു പോകുന്ന മുസ്ലിം ലോകം പഠിച്ചു പോകുന്ന അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞു നൂരിഷ തരീഖത്തിൽ. ശരിയല്ല, അതിൻ്റെ ഉദ്ദേശങ്ങളിൽ പെട്ടൊരു ഉദ്ദേശമാണ് ലാ ഖാദിയൽ ഹാജാത്തി ഇല്ലല്ലാഹ് എന്ന് പറയണേ, കുഴപ്പമില്ല. പക്ഷെ അതാണ് അതിൻ്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ശരിയല്ല. അപ്പൊ നിങ്ങൾ ശരിയല്ല എന്ന് സമസ്ത പറഞ്ഞു. സംഭവിച്ചു. അപ്പൊ അന്ന് പിഴച്ചു. എന്തുകൊണ്ട് പിഴച്ചു? ആ തീരുമാനം പാസ്സാക്കപ്പെടുന്ന സമയത്ത് ലാഹിറായ 40 ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ഇങ്ങനെ ഓരോ തരീക്കത്തുകളെ അതൊക്കെ ഇന്ന് ഞാനൊരാളേറ്റ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ ഇന്നലാ നിക്കരിച്ചത് അഖമിസ്സലാത്തലി ദിക്രി, അള്ളാഹുവിനെ സ്മരിക്കാനാ. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിക്കാരം വേണ്ട. ഈ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ ഓർക്കാനാ. അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട, ലാഹിരിയായ ഇബാദത്തൊന്നും വേണ്ട. കുരൂർ തരീക്കത്ത്, ചോറ്റൂർ തരീക്കത്ത്, അങ്ങനെ എപ്പോഴും പല തരീക്കത്തുകളുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ? ഒക്കെ ഈ കുഫരിയത്തിലേക്കും രിദ്ദത്തിലേക്കും പോകുന്ന തരീക്കത്തിലൂടെ പോകൂലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന സംഘടനയാണ്. സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തുനബിന്റെ ഒരു എനിക്കും പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിമിറ്റക്കല്ലി മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീഅത്താണ്, അത് മുജാഹിദിന്റെ ശരീഅത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓൽക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സമസ്താന്ന് കിട്ടലാണ് നിങ്ങൾ ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതൊരു കള്ള ശരീഅത്താണ്. ഏത് ആ കൂട്ടത്തിൽ മനസ്സിലാക്കിയോളി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്ത ഇവിടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല.
അത് കള്ള ശരീഅത്താണ്. അപ്പൊ ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധകം തന്നെയാണ്, ഏത് സമസ്ത. അൻവരി ഇന്ന് പറഞ്ഞല്ലോ യഥാർത്ഥ സമസ്ത സംസുലമെന്റ് ആണ്. ആ യഥാർത്ഥ സമസ്തനാണ് ഇപ്പൊ ഈ അൻവരി എന്താക്കണ്ടേ, ചോദ്യം ചെയ്യണ്ടേ, എതിർക്കണ്ടേ. കള്ള ശരീഅത്തുവാദികളാണ്. ഇത് മാറ്റം വരുത്തിക്കണം. ഇന്നും അതേ വാദത്തിലാണല്ലേ. എന്നിട്ട് ഞാൻ സമസ്തന്റെ ആളാണ്. എന്നിട്ട് പറഞ്ഞോ സമസ്ത ചെറിയൊരു സംഘടനയാണ്. മുമ്പ് പറഞ്ഞത് അവൻ വിചാരിച്ചാൽ ഓന്റെ മാതിരി 4 അടുപ്പും കല്യാണോ 3 അടുപ്പും കല്യാണോ ഉള്ളൂ സമസ്തയിൽ എന്ന് വിചാരിച്ചിരിക്കുക. ഇതൊക്കെ സമസ്തന്റെ ആളാകാൻ പറ്റണേ. എനിക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി കൂടെ. ഓലെ സമസ്തനെ പറ്റി ഇനി അതേ എസ്കക്കാരുണ്ടെങ്കിൽ കണ്ടോളേ. ഇവരിപ്പോ സമസ്തന്റെ ആളായെന്ന് പറഞ്ഞ് നടക്കുന്ന നോക്കണ്ടെങ്കിൽ ആരും മുനാഫിത്തീങ്ങളാണ്. കാരണം എന്താ, ആ സമസ്തനെ ചോദ്യം ചെയ്യണ്ടേ. കള്ള ശരീരത്തേരും പേരില്ല ഇപ്പൊ നടക്കണ്ടേ, ഓല താങ്ങില്ല ഇപ്പൊ നടക്കണ്ടേ. കള്ള ശരീരത്താന്ന് പറഞ്ഞിട്ട് ആ ഓല ഇന്ന് മാറിയിക്കണോ? ഓല് മാറ്റി പറഞ്ഞ ഒരു രേഖ ഉണ്ടേ കാണിക്ക്. ഇന്നോലെ താങ്ങണ്ടല്ലോ, അതാണ് സമസ്ത എന്നും പറഞ്ഞ് നടക്കണ്ടല്ലോ. നിഷാദ് കൊണ്ടോട്ടി പറഞ്ഞല്ലോ, ഈ കള്ള ശരീരത്തുവാദികളായ സമസ്തക്കാർക്കുമ്പോൾ താങ്ങുന്നതിന് ഹുക്കുമെന്താ? ഓളെ താങ്ങാൻ പറ്റുമോ? ജോലിനെ വരണേ. ഇപ്പൊ അൻവരിന്റെ ബൂതി കിട്ടി. ഷംസുലമിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ കോളിൽ വന്നാ ഷംസുലമിന്റെ ഇതാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് സമസ്ത. ഒറ്റ ചോദ്യമുള്ളൂ. കുഞ്ഞാമതുണ്ടെങ്കിൽ കേട്ടോ, എന്നോട് കൂടിയാ ചോദിക്കണ്ടേ. എനക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഷംസുലമ്മേനാ പറയണ്ടേ. ഇതും പറഞ്ഞില്ലേ ഷംസുലമിൽ മാതൃക ഉണ്ട്. കേരളത്തിൽ ഒരുപാട് കള്ളശേഖന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ കള്ളശേഖന്മാരെ പറ്റി പറയാൻ, ആരാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? എന്റെ വല്യൂപ്പരുണ്ടല്ലോ മറ്റേ, ഓനക്ക് വിട്ടെടുക്കണം എന്റെ വോയിസ്. ഓനോട് ബയാൻ ചെയ്യാൻ പറയാം ആരാണായിരുന്നുള്ളത്. ഷംസുലം വെറുതെ പറയില്ല. വിലായത്തിൽ ഒതുമം വരെ ഉണ്ടെന്ന് കാലഘട്ടത്തിൽ മശായിഖന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നാവ് കൊണ്ട് പറഞ്ഞതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പേരൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ കുഞ്ഞാമതെ? ധൈര്യം ഉണ്ടോ? ഇതൊക്കെ ഒളിഞ്ഞെന്ന് കേൾക്കണ്ടല്ലോ. ഇത്ര കേട്ടിട്ട് മുന്നേ നാവ് അനക്കാൻ കഴിയില്ല. ഞങ്ങൾക്കെതിരെ നാവ് അനക്കാൻ കഴിയില്ല. അതാ ഞങ്ങളെ പവറ്. ഇജിപ്പോ എന്റെ അവിടെ എന്റെ വോയിസ് കേൾക്കുമ്പോ ഇങ്ങനെ പെടക്കുള്ളൂ. തൊള്ള തുറക്കാൻ കഴിയില്ല. അതായത് സംശയം പറഞ്ഞത് തെറ്റാണെന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് വിശദീകരിക്കും. അന്നത്തോടുകൂടി കുരുവട്ടൂരിന്റെ ആഫീസാണ് പൂട്ടും. വിശദീകരിച്ച അന്ന് നിർത്തേണ്ടി വരും നിങ്ങളെ പരിപാടി. പിന്നെ ഈ കെ വിഭാഗം നേരത്തെ ഷംസുലമന്റെ നിലപാടായിട്ട് പോവുകയാണ്. ഇപ്പൊ വരെന്താക്കി അതിനൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത്. കാരണം ഇവന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോ ആളുവാണല്ലോ വോട്ടിന്. പരമാവധി അടർത്തിയെടുത്ത് ഓലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇസ്സത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പൊ അവർ പ്രവർത്തിച്ചു. നന്ദിക്ക് മുമ്പ് സുപ്രധാനമായ 2 പ്രമേയങ്ങൾ സദസ്സിനെ കേൾപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നലെ നടന്ന മുഷാവറ അംഗീകരിച്ചിട്ടുള്ള 2 പ്രമേയങ്ങൾ ഇവിടെ വായിക്കുകയാണ്. ഒന്ന് ഇവിടെ നടന്നിട്ടുള്ള ആത്മീയ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വ്യാജ ത്വരീഖത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. പരിശുദ്ധ ശരീഅത്തിനെ വെല്ലുവിളിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചും മുസ്ലിം സമുദായത്തിൽ രംഗത്ത് വരുന്ന പിഴച്ച ത്വരീഖത്തുകൾക്കെതിരെ വിശ്വാസി സമൂഹം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. ശരീഅത്തിന് വിരുദ്ധമായ ആത്മീയത ഇസ്ലാമിൽ ഇല്ലെന്നിരിക്കെ ഉലമാക്കൾ കാണിച്ചു തന്ന പരിശുദ്ധമായ തസവുഫിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സ്വയം പ്രഖ്യാപിത ശൈഖന്മാരായി ചമയുന്നവർ സമുദായത്തെ വഴിതെറ്റിക്കുകയാണ്. ആത്മീയതയുടെ പേരിൽ ശരീഅത്തിനെ അവഗണിച്ചും ഫിഖ്ഹി നിയമങ്ങളെ നിസാരപ്പെടുത്തുന്നതുമായ ഇത്തരം വികല ചിന്താഗതികളെയും കേന്ദ്രങ്ങളെയും വിശ്വാസികൾ തിരിച്ചറിയണമെന്നും അഹ്ലുസുന്നയുടെ ശുദ്ധമായ ആത്മീയ പാതയിൽ അടിയുറച്ചു നിൽക്കണമെന്നും 100ാം വാർഷിക സമ്മേളനത്തിലെ ആത്മീയ സംഗമത്തിലെ ഈ പ്രമേയം പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. അവതാരകൻ മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട്, അനുവാദകൻ അസ്ഗർ അലി ഫൈസി പട്ടിക്കാട്. പിന്നെ അവർ പറഞ്ഞു സമസ്തന്റെ പ്രമേയമുണ്ട്, അതുള്ളതാ, അതില്ല നമ്മൾ പറയണില്ല. അവര് സുന്നികളല്ല എന്നുള്ളതാണ് ആ പ്രമേയം. അങ്ങനെ സമസ്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല, ഞങ്ങളെ ഇല്ല അറിയണില്ല. അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ്. അത് പിഴച്ച പ്രമേയാണ്. ഞങ്ങൾ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. കളി ഞങ്ങളോട് വേണ്ട. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഞങ്ങൾ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഞങ്ങൾ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ
ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.